ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് കാലിയായിരിക്കുമല്ലോ, അപ്പോൾ കുറേ ദൂരം ഓടിയെത്താം. ഈ ഹോട്ടലിനെ കണ്ടിട്ട് ഒരു സമയത്ത് ഇത് നല്ലതായിരുന്നായിരിക്കണം. ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും കറക്റ്റ് നടക്കാഞ്ഞുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആയത്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഞങ്ങൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തങ്ങിയതാ ഇന്നലെ. ഇല്ലെങ്കിൽ വേറെ നോക്കിയേനെ. ഇവിടുത്തെ ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് പലരും പറഞ്ഞു തന്നതാ ഈ ഹോട്ടല്. ചെന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഞങ്ങൾ 9:30 മണിയോളമായി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ വേറെങ്ങും പോണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് ക്ഷീണിച്ചായിരിക്കും രാത്രിയിലെത്തുന്നത്. പിന്നെ ഇങ്ങനെ ലോഡ്ജ് തിരഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടുന്നിടത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനേ നോക്കൂ. ഈ പുറത്ത് കിടന്ന പ്രൗഢിയൊന്നും അകത്തില്ല കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ വന്നപ്പം മൊത്തത്തിൽ വെട്ടമൊക്കെ ഇട്ട് ഏതോ താജ്മഹൽ പോലെ തോന്നിപ്പോയി. ഈ ഹോട്ടൽ ഹൈവേന്ന് കുറച്ച് മാറിയിട്ടാട്ടോ. ഹൈവേയിലൊന്നും റൂം അവൈലബിൾ അല്ലായിരുന്നു. ഫസ്റ്റിലെ ഞങ്ങൾ തിരഞ്ഞതും അങ്ങനെയുള്ളതാട്ടോ. അതാകുമ്പോൾ രാവിലെ പോവാൻ എളുപ്പമായിരുന്നു. റോഡിൽ നല്ല തിരക്കാവുന്നതിന് മുന്നേ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ഉറങ്ങിപ്പോയി. എന്നാലും വലിയ ധൃതിയൊന്നും ഇല്ല കേട്ടോ. പതുക്കെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളൊക്കെ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ലക്കി അവൻ്റെ മീനുകളെ എടുത്തു വെച്ചത്. ഞങ്ങൾ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എടുത്തിട്ട് വന്നേന്ന്. ഈ ചൂട് കാരണം മീനുകളൊക്കെ നന്നായിട്ട് വീട്ടിലെത്തുമെന്നൊരു സംശയമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ചൂട് തന്നെയാണ്. ഇപ്രാവശ്യം ഗൂഗിൾ അമ്മച്ചി തരുന്ന പണിക്ക് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ പല പ്രാവശ്യം വഴി തെറ്റിച്ച് എളുപ്പ വഴിയെന്നും പറഞ്ഞ് കാണിച്ചിരുന്നത് ഇപ്പോൾ ഇരട്ടിപ്പണിയാട്ടോ. കണ്ട കാട്ടിലൂടെയും മലയിലൂടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ലക്കി നാട്ടിൽ പോണതിൻ്റെ സന്തോഷത്തിലാട്ടോ. അവിടെ നിന്ന് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിനെ പറ്റി. അവിടെ നിന്ന് ഒട്ടും സ്ഥലമില്ല കേട്ടോ. ലക്കി നാട്ടിൽ ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നാട്ടിൽ ചെന്നിട്ട് ഫസ്റ്റിലെ അവന് ഊഞ്ഞാൽ വേണോ ആടാൻ. അവിടെ വീട്ടിലൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അത് ഞങ്ങൾ 2 വർഷം മുന്നേ കെട്ടിയതാ. ഇവരൊക്കെ ചെല്ലുമ്പോൾ അത് താഴ്ത്തിയിടും, പിന്നെ അത് മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ട്രെയിനിൽ പോകുന്നത് പുതിയ കാറുകളാട്ടോ. ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോകുന്നതാ. ട്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ ആളുകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ ആർക്ക് സമയമില്ല. നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട് എനിക്ക്. ഇപ്പം തന്നെ കുറേ ചെടികൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നടണം. പിന്നെ വീട്ടിലുള്ളതിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാത്തിനും വളമിടണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. ഞാൻ ചെടിയൊക്കെ വളമിടുന്നത് വർഷത്തിലൊരു പ്രാവശ്യം കേട്ടോ. അതിപ്പം നാട്ടിൽ ചെല്ലുന്ന സമയത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ ഒരു സമയത്താണ് ഞാൻ വളം ചെയ്യുന്നത്. മഴ സമയത്ത് വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒലിച്ചോന്ന് അറിഞ്ഞുകൂടാത്തോണ്ടല്ല കേട്ടോ. എൻ്റെ ചെടികൾ മിക്കതും കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ചെടികളിൽ വെള്ളം ഒഴിക്കാൻ തന്നെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ നട്ടുവെക്കുന്ന ചെടിയൊക്കെ അമ്മ വെള്ളം ഒഴിച്ചോളും. പക്ഷെ വളമൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ ചെന്നിട്ട് ചെടിയൊക്കെ ഹാർഡ് പ്രൂണിങ് ചെയ്യണം കേട്ടോ. അത് ചെയ്തിട്ട് ഇപ്പോൾ കുറേ വർഷമായി. എൻ്റെ അടുത്ത് കുറച്ച് വെറൈറ്റി ബൊഗൻവില്ലകളുണ്ട്. പിന്നെ അടീനിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബൊഗൻവില്ലകളൊക്കെ കുറച്ച് വർഷം പ്രായമുള്ളതാണ്. അടീനിയങ്ങൾക്ക് അന്ന് നട്ട സമയത്ത് വലുതായിട്ട് വളമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരുപാട് വളം ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോയാലും അറിയത്തില്ല. ഇനി ഇപ്പം ചെന്നിട്ട് കുറച്ച് വളം അടീനിയങ്ങൾക്ക് ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് മസാല ദോശയാട്ടോ വാങ്ങിയേ. ഇവർക്ക് 3 ഇഡ്ഡലിയും. ലക്കിക്കുള്ളതാണ് ഈ പാഴ്സൽ എടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ വണ്ടിയിൽ കയറിയിട്ടേ അവന് കൊടുക്കത്തുള്ളൂ. അവന് ഒരുപാട് സമയം വേണം കേട്ടോ കഴിക്കാൻ. ഈ കടയിലെ ചേച്ചിമാർ എടുത്തു തരുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രണ്ടുപേരും കളി തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഈ കളിയുടെ അവസാനം ഒരു അടിയും വഴക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ കരഞ്ഞിരിക്കും, പിന്നെ 2 ആൾക്കും അടി കിട്ടും. ഇവരുടെ ഈ കളിയൊക്കെ കാണുമ്പോൾ ഇതുപോലെ സ്നേഹമുള്ളവർ വേറെ കാണത്തില്ലെന്ന് വിചാരിക്കും കേട്ടോ. ഇത് കൂടിപ്പോയൊരു 10 മിനിറ്റ് നേരം അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിൽ ഒരാളുടെ നിന്ന് വാങ്ങിച്ച് കിട്ടും 2 പേരും. ഇപ്പോഴും ആന്ധ്രയിൽ കൂടെ തന്നെയാട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആന്ധ്ര എത്ര പോയിട്ടും അങ്ങോട്ട് തീരുന്നില്ല. നന്ദയ്ക്ക് നാട്ടിൽ 3 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. കാത്തും കണ്ണനും അല്ലിയും. ഇവള് കുഞ്ഞായിരിക്കുമ്പോഴേ ഇവർ 3 ആളൂടെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് കളിക്കുന്നത്. നന്ദ അതിൻ്റെ ത്രില്ലിലാട്ടോ. എല്ലാ ദിവസവും കളിക്കാൻ പോകും. ഇപ്പോഴേ അതിനുവേണ്ടി ഞങ്ങളോട് അനുവാദമൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കുറവാണ്. പിന്നെ കളിക്കാൻ വേണ്ടിയുള്ള സമയം അവൾക്ക് ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. വൈകുന്നേരം കുറച്ച് ഓടാനൊക്കെ പോകുന്നുണ്ട് ആള്. അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു 6:30 കഴിയും കേട്ടോ. പിന്നെ പഠിക്കാനായിട്ടിരിക്കും. ഞങ്ങളങ്ങനെ തമിഴ്നാട്ടിലെത്തി കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ കടകളൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറേ ദൂരം വന്നായിരുന്നു. ഒരു 1:30 കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് കേട്ടോ. കുറേ നേരം കടകൾ തിരയുമായിരുന്നു. ഒന്നും സമയത്ത് കിട്ടിയില്ലായിരുന്നു. ഈ കട കണ്ടപ്പോഴേ പിന്നെ ഞങ്ങൾ മറ്റൊന്നും നോക്കിയില്ല, ഇവിടെ അങ്ങ് ഇറങ്ങി. ഈ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് നിറയെ കടകളായിരുന്നു. സമയത്ത് നോക്കിയപ്പോൾ ഒരു കടയും കണ്ടില്ല. ഈ തമിഴ്നാട്ടിൽ എല്ലായിടത്തും പത്തിരിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ സ്പെഷ്യലാട്ടോ കാരക്കുളമ്പ്. ഞാൻ പല പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കിയിട്ടും ഇവരുടെ ആ ടേസ്റ്റ് വന്നിട്ടില്ല. ഉച്ചയ്ക്ക് ആ കാരക്കുളമ്പും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന ക്യാബേജിൻ്റെ തോര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ട്. ഈ വെണ്ടയ്ക്കയുടെ മെഴുക്കുവരട്ടി കൊള്ളായിരുന്നു. ഇതിൽ ക്യാബേജ് മാത്രമല്ല കേട്ടോ, ഏതൊക്കെ പരിപ്പും പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.